Friends, welcome to KTET Physics Academy. We will discuss KTET Category 3 Physical Science Chemistry വിഭാഗത്തിലെ Ionic Bonding എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ആ പോർഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് എക്സാം നമ്മുടെ ഓൺലൈൻ കോച്ചിങ്ങിലെ കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സാം ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. Ionic bonding എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ ഹെഡിങ്. ക്വസ്റ്റ്യൻസ് നോക്കാം. ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് കെമിക്കൽ ബോണ്ടിങ് ദാറ്റ് ഇൻവോൾവ്സ് ഡാഷ് ബിറ്റ്വീൻ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഉത്തരം എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തി അതിൽ രേഖപ്പെടുത്താം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അയോണിക് ബോണ്ട് ഈസ് ദ ഡാഷ് ഓഫ് ഇലക്ട്രോൺസ് ഫ്രം എ ഡാഷ് ടു എ ഡാഷ് ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ എ ഫുൾ വാലൻസ് ഷെൽ ഫോർ ബോത്ത് ആറ്റംസ്. മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ഓൾ അയോണിക് കോമ്പൗണ്ട്സ് ഹാവ് സം ഡിഗ്രി ഓഫ് ഡാഷ് ഓർ ഇലക്ട്രോൺ ഷെയറിംഗ്. നാലാമത്തെ പോയിന്റ് നോക്കാം. എ ബോണ്ട് ഇൻ വിച്ച് എ ലാർജ് ഡാഷ് ഡിഫറൻസ് എക്സിറ്റ്സ് ബിറ്റ്വീൻ ദി ടു ആറ്റംസ് കോസിംഗ് ദി ബോണ്ടിംഗ് ടു ബി more polar ionic than in covalent bonding where electrons are shared more equally. Fifth point, bonds with a partially ionic bond, partially covalent bond are called dash bonds. Sixth point, ionic compounds conduct dash when molten or in solution, typically as a solid. Eighth point, ionic compounds have a dash melting point because of dash forces. That's the 8th point. The ionic compound tends to be dash in water. 9th point, ionic compound results from a dash reaction when atoms of an element whose dash energy is low. And the 10th point, many ionic compounds are referred to as dash as they can also be formed by the reactions of an areneous base with an areneous acid. 11th point, ionic compounds in the solid state form dash structures. The 12th point, for a solid crystalline ionic compound, the enthalpy change in forming the solid from a gaseous ions is termed as dash energy, and its experimental value can be determined using dash cycle. It can also be calculated using the dash equation as the sum of the dash energy. 13th point, the electrostatic potential energy can be expressed in terms of the inter-ionic separation and dash. 14th point, in aqueous solution, the binding energy can be described by the dash or dash equation as functions of the ion charges. 15th point, the ionic bonding molecular geometry can be determined by the dash rules. 16th point, bond with a partially ionic bond and partially covalent bond is known as dash. Covalent bond character are called dash bonds. അപ്പോൾ അയോണിക് കോമ്പൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന കുറെ ടോപ്പിക്സ് ആണ് നമ്മൾ കുറെ പോയിന്റുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ 8ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ വരുന്ന എല്ലാ കാറ്റഗറിയിലുമുള്ള അയോണിക് കോമ്പൗണ്ടുമായി ബന്ധപ്പെട്ട പോർഷൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കാറ്ററ്റ് കോച്ചിങ്ങിലും ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്ന് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ മെയിനായിട്ടും കോച്ചിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാറ്ററ്റിന്റെ എല്ലാ കാറ്റഗറിയും 1 കൊടുക്കുന്നുണ്ട്, 2 കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ 3യിലും നമ്മൾ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക് നമ്മുടെ അടുത്ത ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.